നമസ്കാരം. അവസാനം കാട്ടുകള്ളനായ ഒരു പോലീസ് ഓഫീസർ പരസ്യമായി തന്നെ ജനങ്ങൾ മാത്രമല്ല കൂടെ നിൽക്കുന്ന പാർട്ടികളും തള്ളി പറഞ്ഞിരിക്കുകയാണ്. അതെ, ADGP അജിത് കുമാർ എന്ന പെരുങ്കള്ളൻ, അദ്ദേഹം തട്ടിപ്പുകാരനാണ്, എല്ലാതരം വൃത്തികേടുള്ള ആളാണ്. ആ ആളെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ADGP അജിത് കുമാർ എന്ന് പറയുന്ന ആളെ ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പാഴ്വസ്തു മാത്രമാണ്. അദ്ദേഹത്തെ എനിക്കിപ്പോൾ മാത്രമല്ല അറിയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് 2009 അറിയാം. 2009 ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖച്ഛായയുള്ള ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സോളാർ കേസിലെ പ്രതി തിരുവനന്തപുരം പോലീസ് കമ്മീഷണറാണെന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും തട്ടിപ്പ് നടത്തുകയുണ്ടായി. ആളെ പിടിക്കാൻ പറ്റാതെ അയാളുടെ ഫോട്ടോ ഒന്നും കിട്ടാത്ത സന്ദർഭത്തിലാണ് ക്രൈമിൽ ബന്ധപ്പെടാൻ കാരണം 2006 സരിതയും ബിജു രാധാകൃഷ്ണൻ ചേർന്ന് ഒരു രശ്മി എന്ന് പറയുന്ന ബിജു രാധാകൃഷ്ണൻ്റെ ഭാര്യയെ കൊന്നു എന്ന് പറയുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. അതിൽ ഇവർ രണ്ടുപേരും നടത്തിയ ഞെട്ടിക്കുന്ന തട്ടിപ്പുകളുടെ എല്ലാ വിവരണങ്ങളും ഉണ്ടായിരുന്നു. 2 ലക്കമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെയുള്ള ആ സംഭവത്തിൽ കൃത്യമായി ഞങ്ങൾ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. ഞങ്ങൾ ഫോട്ടോ കൊണ്ടുകൊടുത്തു 2009 കമ്മീഷണർക്ക്. ഇപ്പോൾ കമ്മീഷണർ ഉടനെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആളെ പിടിച്ചപ്പോൾ 2 പേരുണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? സരിതയും ഉണ്ടായിരുന്നു. പക്ഷേ സരിതയെ കണ്ടോട് കൂടിയിട്ട് ആൾ ആകെ മാറി. ബിജു രാധാകൃഷ്ണനെ മാത്രം പ്രതിയാക്കി. ബിജു രാധാകൃഷ്ണൻ തൽക്കാലം ചെറിയ പെറ്റി കേസ് എടുത്തിട്ട് ഇവർ കൂട്ടായി. പിന്നെ സരിതയുമായി ഇദ്ദേഹം രാത്രി കാലങ്ങളിൽ അർദ്ധരാത്രിയിലൊക്കെ ചാറ്റുകൾ നടത്തി. മാത്രമല്ല ക്യാമ്പ് ഹൗസിൽ സ്ഥിരം സന്ദർശിക്കുകയായി. ക്യാമ്പ് ഹൗസിൽ എന്തിനാണ് സരിതയെ പോലെയുള്ള ഒരാൾ സന്ദർശിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെയുള്ള എല്ലാവർക്കും ഈ കാര്യം അറിയാം. ഇത് തിരുവനന്തപുരം നടന്നൊരു സംഭവമാണ്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ. ഇത് സരിത എഴുതി കൊടുത്ത 21 പേജുള്ള കുറിപ്പുകളിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കുറിപ്പിലെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇദ്ദേഹം എന്ത് തരം ആളാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയുള്ള ഒരാളെയാണ് ക്രമസമാധാന ചുമതലയുടെ ചാർജ് ഏൽപ്പിക്കുകയും പിണറായി വിജയനുമായി അടുത്ത ബന്ധമുണ്ടാവുകയും പിണറായി വിജയൻ്റെ കേസുകൾ അട്ടിമറിക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ എതിരാളികളെ വിമർശിക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടി അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നെ അറസ്റ്റ് ചെയ്തതും എൻ്റെ ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടതും അതേപോലെ ഷാജൻ സ്കറിയയുടെ ഓഫീസിൽ നിന്ന് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തതും ഷാജൻ സ്കറിയയുടെ ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടതും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഷാജൻ സ്കറിയൊക്കെ വേട്ടയാടിയതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത്രയധികം പത്രസ്വാതന്ത്ര്യത്തിനെതിരെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നടത്തിയുള്ള ഒരാളുണ്ടാവില്ല. കാരണം ഒരു കേസിൽ ഷാജൻ സ്കറിയ ഒരു വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഹാർഡ് ഡിസ്ക് വേണം. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ കംപ്ലീറ്റ് കമ്പ്യൂട്ടറും മോണിറ്ററും അടക്കം എല്ലാ സാധനം എടുത്തുണ്ടോ എന്ന് പറഞ്ഞാൽ അത് തെമ്മാടിത്തരമാണ് എന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും. അതായത് കശാപ്പ് ചെയ്യുക പത്രസ്വാതന്ത്ര്യത്തെ, കശാപ്പ് ചെയ്യുക നമ്മുടെ സ്വാതന്ത്ര്യത്തെ. അങ്ങനെ തൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ തട്ടിപ്പുകൾക്ക് വേണ്ടി പിണറായി വിജയൻ്റെ വാലാട്ടിയായി നിന്നുകൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന തട്ടിപ്പുകളുടെ കൂട്ടുപങ്കാളിയായിക്കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുകയായിരുന്നു. ക്രമസമാധാന ചുമതലയുടെ ചാർജ് വന്ന മുതൽ അദ്ദേഹം കേരളത്തിൽ നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത് കൃത്യമായി നമ്മുടെ PV അൻവർ പറഞ്ഞിട്ടുണ്ട്. പല കൊലപാതക കേസുകളും പ്രതിയാണ്, പല സ്വർണ്ണ തട്ടിപ്പ് കേസുകളും പ്രതിയാണ്, ഇതുപോലുള്ള ഞെട്ടിക്കുന്ന പല സംഭവങ്ങളുടെയും പ്രതിയാണ്. അതുതന്നെയാണ് അവസാനം നമ്മുടെ VD സതീശൻ കൃത്യമായി തെളിവുമായി എത്തിയത്. തൃശ്ശൂർ പൂരം കലക്കി BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ സുഖമില്ലാതെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് തോൽക്കുമെന്ന് കൃത്യമായി ഉറപ്പിച്ച് പ്രവർത്തനമൊന്നുമില്ലാതെ മാറി നിന്നിരുന്ന സുരേഷ് ഗോപിയെ രാത്രിക്ക് രാത്രി ആംബുലൻസിൽ സേവാഭാരതിയുടെ 108 ആംബുലൻസിൽ പൂരം കലക്കാൻ വേണ്ടി കൊണ്ടുവരികയും അവിടെ ആ പൂരം കലക്കിയ കാര്യത്തിൽ പോരാട്ടം നടത്തുന്ന ഒരാളായി ചിത്രീകരിക്കുകയും അങ്ങനെ പോലീസ് സംവിധാനത്തോടുകൂടി അവിടെ എത്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ ഇറക്കുന്നത്. അതിന് എല്ലാ കാര്യങ്ങളും അവിടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ADGP അജിത് കുമാറാണ് ചെയ്തു കൊടുത്തത്. അതിനാണ് VD സതീശൻ കൃത്യമായി പറഞ്ഞത് ഹൊസബിളയുമായിട്ട്, അതായത് ദത്താത്രേയ ഹൊസബിളയുമായിട്ട് 1 കൊല്ലം മുമ്പ് തന്നെ ഇവിടെ പ്ലാൻ ചെയ്തിരുന്നു. RSSൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ഇതേപോലെ രാം മാധവ് തിരുവനന്തപുരത്ത് സമുദ്ര ഹോട്ടലിൽ വെച്ചിട്ട് മീറ്റിംഗ് നടത്തി. ഇത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും എഫക്റ്റീവ് പാർട്ടി ആരാണ്? സുനിൽ കുമാറാണ്. വി സുനിൽ കുമാറാണ്.
നമുക്കറിയാം സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ മുരളീധരനോടൊപ്പം ചിലപ്പോൾ മുരളീധരനേക്കാൾ കൂടുതൽ സാധ്യത ഉണ്ടായി ജയിക്കാൻ അവിടെ പേഴ്സണൽ ബന്ധങ്ങളുള്ളതുകൊണ്ട് ജനങ്ങൾ കംപ്ലീറ്റ് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള വളരെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് സുനിൽകുമാർ. ആ സുനിൽകുമാറിനാണ് ഇത് ഏറ്റവും അധികം ദോഷം ചെയ്തത്. സ്വന്തം പാർട്ടിയുടെ പിണറായി വിജയൻ എന്തിനാണ് ഈ രാജിത് കുമാറിനെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിച്ചത്? പിണറായി വിജയൻ്റെ മാസപ്പടി കേസിൽ പിണറായി വിജയൻ്റെ മകൾ പ്രതിയാണ്. ഈ 8 മാസം കഴിഞ്ഞു SFIO അന്വേഷണം നടന്നിട്ട് കൃത്യമായ മകൾക്കെതിരെ തെളിവുകളുണ്ട്. ഇതുവരെ അറസ്റ്റ് ചെയ്തോ? ഇതുവരെ അവർക്കെതിരെ നടപടി എടുത്തോ? ഇല്ല. കരുവന്നൂർ ബാങ്കിൽ AP മൊയ്തീൻ അടക്കമുള്ള ആളുകളെ കംപ്ലീറ്റ് പഠിക്കുകയും അതിൻ്റെ യഥാർത്ഥ തട്ടിപ്പ് വീരൻ പിണറായി വിജയനാണ്. എന്നാൽ ഇതുവരെ അതിന് ശേഷം തൊട്ടിട്ടില്ല. സുരേഷ് ഗോപി പറഞ്ഞ എന്താ? കൃത്യമായി എല്ലാവരെയും പിടിക്കും എന്ന് പറഞ്ഞാണ്. ഒരാളെയും പിടിച്ചിട്ടില്ല. അതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നു. സുരേന്ദ്രൻ്റെ കേസുകളെല്ലാം അട്ടിമറിക്കാൻ വാദിയും പ്രതിയും കൂടെ കോടതിയിൽ ഹാജരാകുകയും അനുകൂലമായി നിന്നു. അങ്ങനെ കാസർഗോഡ് കേസിൽ നിന്ന് അദ്ദേഹം മോചിതനായി. ഇനി എല്ലാ കേസുകളും മോചിതനാകും. പിന്നെ അടുത്തത് ലാവ്ലിൻ കേസ് 8 വർഷമായി സുപ്രീം കോടതി നിൽക്കുകയാണ്. ഓരോ തവണയും അമിത്ഷായുടെ വലങ്കയ്യായ തുഷാർ മേത്ത വന്ന് പറയുകയാണ് കേസ് മാറ്റിവെക്കണം, കേസ് മാറ്റിവെക്കണം എന്ന്. 60 തവണ 65 തവണ മാറ്റിവെച്ച് കഴിഞ്ഞു. ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് ആരാ സംരക്ഷിക്കുന്നത്? അമിത്ഷായാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത്. അടുത്തത് ആരാണ്? അടുത്ത കേസ് എന്താണ്? നമ്മുടെ ലൈഫ് മിഷൻ തട്ടിപ്പിൽ പിണറായി വിജയൻ പ്രതിയാണ്. ശരിക്കും അതിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അതിലപ്പുറത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണക്കള കടത്ത്, ഡോളർ കടത്ത്. കേരളം കണ്ടിട്ടുള്ള അധോലോക മാഫിയ കിങ് ആണ് പിണറായി വിജയൻ തെളിയിക്കുന്ന വ്യക്തമായി തെളിവുണ്ടെന്ന് പറഞ്ഞാരാ? നമ്മുടെ നരേന്ദ്രമോദിയും നമ്മുടെ അമിത്ഷായും വന്ന് പ്രസംഗിച്ചാണ്. എന്നിട്ടും എന്തേ അവരെ പിടിക്കാഞ്ഞത്? അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്, ധാരണ, അന്തർധാര എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിച്ചു. ഇത് ആദ്യം പുറത്ത് പറഞ്ഞിട്ടുള്ളത് ക്രൈമാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 67 മണ്ഡലങ്ങളിൽ RSSും BJPയും LDFന് അനുകൂലമായി വോട്ട് ചെയ്തു. തിരിച്ച് 5 മണ്ഡലങ്ങളിൽ ഇങ്ങോട്ട് തിരിച്ച് വോട്ട് ചെയ്തു. അതുവരെ അദ്ദേഹം പിണറായി വിജയൻ പ്രചരണം നടത്തിയെന്താ? ന്യൂനപക്ഷ വോട്ടുകൾ ധ്രുവീകരിക്കുന്ന രൂപത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പ്രവർത്തിച്ചു. അത് പ്രകാരം അദ്ദേഹം ജയിച്ചു. അങ്ങനെ ജയിച്ചിട്ട് ഇപ്പുറത്ത് RSSൻ്റെ വോട്ടും കിട്ടിയപ്പോൾ അങ്ങനെയാണ് പിണറായി വിജയൻ ജയിച്ചു പോയത് കഴിഞ്ഞ ഇലക്ഷനിൽ. അങ്ങനെയുള്ള പിണറായി വിജയൻ്റെ സകല തട്ടിപ്പുകളും രക്ഷപ്പെടുത്തി ഇവിടെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി എല്ലാതരം തട്ടിപ്പുകളും നടത്തിയ BJPയും പിണറായി വിജയനും നടത്തിയ ഈ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചുള്ളത് ആരെയാണ്? ADGP അജിത് കുമാറിനെയാണ്. ഈ ADGP അജിത് കുമാർ ആരാണെന്ന് അറിയാമോ? പിണറായി വിജയൻ നടത്തിയിട്ടുള്ള നിരവധി തട്ടിപ്പുകൾ, കോടാനുകോടി രൂപ അദ്ദേഹത്തിന് വിദേശത്തുണ്ട്. ഇതിനെല്ലാം തന്നെ കൃത്യമായി ഇവിടെ പണം വാങ്ങുന്നതിനും ഇവിടെ അതിനുള്ള സുരക്ഷിതത്വം കൊടുക്കുന്നതിനും സ്വർണ്ണപ്പൊട്ടിക്കലുള്ള കാര്യങ്ങൾക്കും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഈ ADGP അജിത് കുമാറാണ്. പിണറായി വിജയന് വേണ്ട സംരക്ഷണം അദ്ദേഹം നടത്തുന്ന തട്ടിപ്പുകളുടെ പങ്കാളിത്തം, അതായത് പല തട്ടിപ്പുകൾ നടത്തി കോടാനുകോടി രൂപയാണ് പിരിക്കുന്നത്. അതെല്ലാം സംരക്ഷണം കൊടുക്കുന്നത് ADGP അജിത് കുമാറാണ്. അതേപോലെ ആരെങ്കിലും അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്ന വിദ്വാനാണ് ആര്? ADGP അജിത് കുമാർ. എന്നെയെല്ലാം കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും ജയിലടപ്പിക്കുകയും അവിടെയൊക്കെ എന്നെ ഉപദ്രവിച്ച് എന്നെ ജയിലിൽ വെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ADGP അജിത് കുമാർ. പിന്നെ ഇവിടെയുള്ള സകല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും ഇവിടെയുള്ള മന്ത്രിമാരുടെ അടക്കം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടക്കം അങ്ങനെ ആ സകല ആളുകളുടെയും ഫോൺ ചോർത്തൽ വിദഗ്ധനാണ് ADGP അജിത് കുമാർ. അദ്ദേഹത്തെ മാറ്റുകയല്ല വേണ്ടത്, സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പിന്നെ അന്വേഷണം നടത്തി പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരിക്കൽ നിൽക്കാൻ പറ്റാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ് ADGP അജിത് കുമാർ എന്നുള്ള ചരിത്രപ്പോൾ എല്ലാ തരത്തിലും തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ CPI കടുത്ത നിലപാടെടുക്കും, സ്വതന്ത്ര നിലപാടെടുക്കും. ആ നിലപാട് ADGP അജിത് കുമാറിനെ കുറിച്ച് കൃത്യമായി നിയമസഭയിൽ പ്രസംഗിക്കുമെന്ന് പേടിച്ചിട്ടാണ് പിണറായി വിജയൻ അവസാനം ഇപ്പോൾ ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെ വലങ്കൈയായി നിന്നുകൊണ്ട് എല്ലാ തെമ്മാടിത്തരങ്ങളും കൂട്ടുന്നതുകൊണ്ട് ഇവിടെ പത്രസ്വാതന്ത്ര്യവും അതേപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അടക്കം എല്ലാ കാര്യങ്ങളും നിഷേധിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ മേൽ കരിനിഴലായി നിന്ന ഒരാളാണ് ഈ പറയുന്ന ADGP അജിത് കുമാർ. അങ്ങനെയുള്ള ADGP അജിത് കുമാറിനെയാണ് പിണറായി വിജയൻ ഇത്രയും കാലം സംരക്ഷിച്ചത്. പിണറായി വിജയനെ സംരക്ഷിച്ചതും ADGP അജിത് കുമാറാണ്. അങ്ങനെ ആദ്യത്തെ വീഴ്ച പറ്റിയിരിക്കുന്നത്, അതിൽ ആദ്യത്തെ വിജയം അൻവറിനാണ്. അതോടൊപ്പം ഇതിന് ഏറ്റവും മുഖ്യധാരയിൽ വന്നിട്ടുള്ള നമ്മുടെ VD സതീഷിൻ്റെ വിജയം കൂടിയാണ് ADGP അജിത് കുമാറിൻ്റെ ഈ വീഴ്ച എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൽ വീഴ്ചയല്ല, പിണറായി വിജയൻ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. എന്നാലും ഇതൊരു വീഴ്ചയായി നമുക്ക് കാണാം. ആദ്യത്തെ വിക്കറ്റ് തെറിച്ചു എന്ന് വേണമെങ്കിൽ ധൈര്യപൂർവ്വം
PV അൻവറിന് പറയാം. അദ്ദേഹത്തിൻ്റെ പാർട്ടി സമ്മേളനം നടന്ന ദിവസം തന്നെ അദ്ദേഹത്തെ ADGP അജിത് കുമാറിനെ മാറ്റി എന്ന് പറയുന്നത് വളരെ അദ്ദേഹത്തിൻ്റെ വിജയം തന്നെയാണ്. അത് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വലിയ തോതിൽ അദ്ദേഹം ഉണ്ടാക്കിയ സോഷ്യൽ ഫോറം ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലേ. മഞ്ചേരിയിൽ 10,000-കണക്കിന് ആളുകളാണ് മഴയും വെയിലും മഴയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് എത്തിയത് എന്നുള്ള റിപ്പോർട്ട് പിണറായി വിജയനെ ഞെട്ടിച്ചിരുന്നു. ഇത് കേരളത്തിൽ മുഴുവൻ വ്യാപിക്കാൻ പോവുകയാണ്. കേരളം മുഴുവൻ ഇതിൻ്റെ ഒരു സ്പ്രെഡ് വരാൻ പോവുകയാണ്. വരുന്ന സമയത്ത് അതിൻ്റെ ഒരു വിജയമായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല, ഈ നിയമസഭ കൂടുന്നതിന് മുമ്പ് ADGP അജിത് കുമാറിനെ മാറ്റിയില്ലെങ്കിൽ പാർട്ടിയിലെ CPM-ലെ ഒരു ഏകദേശം 20ഓളം MLA-മാർ പിണറായി വിജയനെതിരെ തിരിയുമെന്ന് കൃത്യമായി വിവരം കിട്ടി. ഏതെങ്കിലും കാരണവശാൽ അവിശ്വാസ പ്രമേയമേട്ടം അവതരിപ്പിച്ചാൽ പിണറായി വിജയൻ പരാജയപ്പെടുന്നു കൂടിയുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ജീവനും കൊണ്ടിട്ട് പിണറായി വിജയൻ രാത്രി സെക്രട്ടറിയിൽ വരികയും അദ്ദേഹം ADGP അജിത് കുമാറിനെ മാറ്റാനുള്ള ക്രമസമാധാന ചുമതലയിൽ മാറ്റാനുള്ള തീരുമാനമെടുത്ത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.